ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അമ്മൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫ്രൈഡേ വീക്കെൻഡ് വ്ളോഗാണ്. നോമ്പിന് തൊട്ട് മുന്നേ ഉള്ള വെള്ളിയാഴ്ച പുറത്ത് പോയതിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. ഫസ്റ്റ് നോമ്പിനാണ് കേട്ടോ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ടൈം കിട്ടും പോലെ കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ നോക്കി പ്രസ് ചെയ്ത് വെച്ചാലേ എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ഫ്രൈഡേ വ്ളോഗിലേക്ക് കിടക്കാം. അങ്ങനെ ഇവിടുത്തെ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പുറത്ത് പോയിട്ടുള്ളത്. അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അന്ന് ഉച്ചക്ക് നെയ്ച്ചോറും അതേപോലെ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ആണ്. പിന്നെ പപ്പടമുണ്ട്, തൈരുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനും മക്കളും മാത്രമേ പോയിട്ടുള്ളൂ. ഞങ്ങൾ കിസൈസിലുള്ള ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ പാർക്കിലൊക്കെ പോയിട്ടുള്ളത്. അങ്ങനെ ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഞാനും അമനും ഹാബിസാണ് പോകുന്നത്. ഞങ്ങൾ മെട്രോയിലാണ് പോകുന്നത്. ആദ്യം ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് ബസ്സിൽ പോകണം. 2 സ്റ്റോപ്പ് അപ്പുറത്താണ് മെട്രോ സ്റ്റേഷന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ് ബസ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ബസ്സൊക്കെ വന്നപ്പോൾ അതിൽ കയറി. പുറത്ത് നിൽക്കാൻ വയ്യ, നല്ല ചൂടാണ്. അത്യാവശ്യം ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ തന്നെ ഉള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ ബസ് വന്നപ്പോൾ ബസ്സിൽ കയറി. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി. മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ് സാധാരണ ബസ് ഇറങ്ങാറ്. ഈ ഒരു ബസ് ഇവിടെ സ്റ്റേഷനിൽ കൊടുത്തിട്ടാണ് നിർത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു യൂണിയൻ ബസ് സ്റ്റേഷൻ ഉണ്ട്, അവിടെയാണ് ബസ് നിർത്തിയത്. അപ്പോൾ ഞങ്ങളിനി മെട്രോ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് തന്നെ നടക്കണം. അപ്പോൾ അത് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തന്നെ നടക്കുകയാണ്. സാധാരണ യൂണിയനിലേക്കുള്ള ബസ് മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിർത്താറ്. ഈ ഒരു ബസ് സ്റ്റേഷനിലേക്കാണ് യൂണിയൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിൽ കയറുകയും ചെയ്തു. പിന്നെ അവർ അവിടെ ഒന്നും നിർത്തി തന്നില്ല. ഇവിടെ നേരെ സ്റ്റേഷനിൽ കൊടുത്തിട്ടാണ് നിർത്തിയത്. കുഴപ്പമില്ല, ഒരു 10 മിനിറ്റ് നേരെ തിരിച്ച് നടക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇതേപോലെ ഒരു റെസ്റ്റ് ഏരിയയാണ്. പാർക്കൊന്നല്ല, ഇതേപോലെ ഇവിടെ വന്നിരിക്കാനൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയൊരു വാട്ടർഫോളൊക്കെ ഉണ്ട് ഈ സെൻറ്ററിലായിട്ട്. ആ കാണാൻ കേട്ടോ മെട്രോ സ്റ്റേഷൻ. ഇനി അങ്ങോട്ട് തന്നെ നടക്കണം. അപ്പോൾ 2 എൻട്രൻസ് ഉണ്ട് മെട്രോ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട് എൻട്രൻസ് വഴിയാണ് കയറിയത്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് നല്ല ഭംഗിയുണ്ട്, ഫ്ലവറൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അവിടെ പിന്നെ ഒരുപാട് പേര് ഫുഡൊക്കെ കഴിക്കാനായിട്ട് അവിടെ പുല്ലിലൊക്കെ വന്നിരിക്കുന്നുണ്ട്. 4-4:30 ആയ സമയമാണെങ്കിലും നല്ല വെയിലുണ്ട്. അത്യാവശ്യം ചൂടും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ നല്ല ഫ്ലവർ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. വയലറ്റ് കളറിലുള്ള ഫ്ലവർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടൊക്കെ ആയാൽ ഇതൊന്നും ഉണ്ടാവില്ല. തണുപ്പിനാണ് ഇവിടെ ഫ്ലവറൊക്കെ വെക്കുക. ഈ ഒരു സൈഡിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള പുല്ലാണ്. അതിലൊക്കെ ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട്, അതേപോലെ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് മെട്രോ സ്റ്റേഷൻ. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. ഫ്രണ്ടിൽ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്, വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് ഇനി താഴേക്ക് ഇറങ്ങണം. അപ്പോൾ എസ്കലേറ്റർ വഴി ഇറങ്ങാം, വേണമെങ്കിൽ ലിഫ്റ്റും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ട്രോളി ഒന്നും എടുക്കാത്തതുകൊണ്ട് എസ്കലേറ്ററിൽ തന്നെ കയറി. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അമ്മൻ്റെ കൈയും പിടിക്കണം, പിന്നെ ക്യാമറയും പിടിക്കണം. അപ്പോൾ ചെറിയ ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ നോൾ കാർഡ് ഇവിടെ പഞ്ച് ചെയ്യണം, എന്നാലാണ് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. ബസ്സിന് യൂസ് ചെയ്യുന്ന അതേ സെയിം കാർഡ് തന്നെയാണ് കേട്ടോ ഇവിടെ മെട്രോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ട്രെയിൻ വരുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി ട്രെയിന് താഴെയുള്ള ഫ്ലോറിലാണ്. അങ്ങോട്ട് ഇനി എസ്കലേറ്റർ വഴി ഇറങ്ങണം. നമ്മൾ കാർഡൊക്കെ പഞ്ച് ചെയ്യുന്നത് മുകളിലുള്ള ഈ ഒരു സ്ഥലത്താണ്. ഇതാണ് കേട്ടോ യൂണിയൻ മെട്രോ സ്റ്റേഷൻ. അങ്ങനെ
നമ്മൾ ഇനി ട്രെയിനിന് വെയിറ്റ് ചെയ്യാണ്. ഒരു 4 മിനിറ്റൊക്കെ ഉള്ളൂ ഇനി ട്രെയിൻ വരാനായിട്ട്. അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ട്രെയിൻ വരാനുള്ള സമയം. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ ഇവിടെ ക്യൂ നിൽക്കാനായിട്ട്. അത് ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. 4 മിനിറ്റ് ഉള്ളൂ ഇനി ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രെയിൻ വന്നു, ഞങ്ങൾ അതിനുള്ളിലേക്ക് കയറി. ലേഡീസ് മാത്രമുള്ള കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. അതുകൊണ്ട് ഫ്രണ്ടിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിലേക്ക് നല്ല വ്യൂ ആണ്. മെട്രോയുടെ ഏറ്റവും ഫ്രണ്ടിലാണ്. ആബിസിനെ അവിടെ കയറണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. അപ്പോൾ മെട്രോന്ന് ഉള്ള പുറത്തേക്കുള്ള വ്യൂ ആണ് കേട്ടത്. ഈ ഒരു ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും മാത്രമുള്ള കമ്പാർട്ട്മെൻറ്റാണ്. അറിയാതെ പോലും ഇതിൽ ആരെങ്കിലും കയറിയാൽ പോലും ഫൈനാണ്. 100 ദിറംസാണ് ഫൈന് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റൊക്കെ വിസിറ്റിംഗ് വരുന്ന ആണുങ്ങൾക്കൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അറിയാതൊക്കെ കയറിയാൽ ഫൈനാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2-3 സ്റ്റേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടി. ഇതേപോലെ 2 സീറ്റ് ആണ് കേട്ടോ ഇതേപോലെ ഉള്ളത്. അതിൽ ഒരു സീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇരിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് ഇവിടെ ബസ്സായാലും മെട്രോ ആയാലും ഒക്കെ പോകുന്നത്. ഇതേപോലെ ഓരോ ആൾക്കാർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ കിസൈ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് അവിടെയാണ് ഇറങ്ങേണ്ടത്. ഇതിപ്പോൾ മേലത്തെ ഫ്ലോറിലാണ് മെട്രോ ഇറങ്ങുന്നത്. ഇനി താഴേക്ക് പോകണം. അപ്പോൾ എസ്കലേറ്റർ വഴി താഴേക്ക് പോയിട്ട് വേണം കാർഡൊക്കെ പഞ്ച് ചെയ്യാൻ. അതിന് മുന്നേ അവനവന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവനേറ്റ് വാഷ്റൂമിൽ പോവാണ്. കാർഡ് പഞ്ച് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ ബാത്റൂമിലൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലോട്ട് കിടക്കാൻ വീണ്ടും കാർഡ് പഞ്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ അതിന് മുന്നെയാണ് വാഷ്റൂമിലൊക്കെ പോയത്. ഇനി കാർഡൊക്കെ പഞ്ച് ചെയ്തിട്ട് അപ്പുറത്തേക്കുള്ള എൻട്രൻസ് വഴി പുറത്തിറങ്ങാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കും കാർഡ് വേണം. 7 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ കാർഡ് വേണം, നിർബന്ധമാണ്. അപ്പോൾ ആബിസിനും കാർഡുണ്ട്. ഇനി ഞങ്ങൾ ഈ ഒരു എസ്കലേറ്റർ വഴി താഴത്തെ ഫ്ലോറിലേക്ക് വന്നിട്ട് അങ്ങനെ പുറത്തിറങ്ങുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്രണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അവരുടെ കാറിൽ കയറിയിട്ട് അവർ റൂമിലേക്ക് പോവാണ്. അവർ കിസൈസിലാണുള്ളത്. ആ ഒരു സമയം ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഉള്ളവരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയേക്കന്നെ ഞങ്ങൾ പിന്നെ വണ്ടിയിൽ കയറിയിട്ട് ജബീൽ പാർക്കിലേക്കാണ് കേട്ടോ പോണത്. ദുബായ് ഫ്രെയിമും ജബീൽ പാർക്കൊക്കെ ഉള്ള അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു വണ്ടി തന്നെ ഉള്ളൂ. അപ്പോൾ 2 ട്രിപ്പായിട്ട് ഞങ്ങളെ കൊണ്ടാക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിലാണ് ഞങ്ങൾ പോയത്. ഞാനും കുറച്ച് കുട്ടികളൊക്കെ ഫസ്റ്റ് പോയി. ഇപ്പോൾ 6 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ജബീൽ പാർക്കിൽ എത്തിയിട്ടുണ്ട്. വലിയ പാർക്കാണ് കേട്ടോ ഈ ഒരു പാർക്ക്. ബാക്കിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പാർക്കിൽ നമുക്ക് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ടാണ് ദുബായ് ഫ്രെയിം ഉള്ളത്. അതും ഈ ഒരു ഉള്ളിൽ തന്നെയാണ് എൻട്രൻസിന്, ഇതുവഴി തന്നെയാണ് അതിലേക്കുള്ള എൻട്രൻസും. അപ്പോൾ പാർക്കിൽ കയറാൻ ഒരാൾക്ക് 5 ദിറംസാണ്. പിന്നെ ദുബായ് ഫ്രെയിമിൽ കയറാൻ ഒരാൾക്ക് 50 ദിറംസാണ്. കുട്ടികൾക്ക് 20 തോന്നുന്നു. പാർക്കിൽ കയറാൻ കുട്ടികൾക്കും വലിയവർക്കൊക്കെ 5 ദിറംസാണ്. ചെറിയ മക്കൾക്കൊന്നും വേണ്ട, ഇവർക്കൊക്കെ വേണം. അപ്പം നമ്മൾ ബസ്സിലും അതേപോലെ മെട്രോയിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കാർഡ് തന്നെയാണ് ഇവിടെയും നമുക്ക് വേണ്ടത്. നോൾ കാർഡ് റീചാർജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പാർക്കിനുള്ളിലോട്ട് കയറാം. അപ്പോൾ എത്ര പേരുണ്ടോ അത്രയും ആൾക്ക് ഓരോ ആൾക്കാർക്കും 5 ദിറംസ് വീതമാണ് വേണ്ടത്. അങ്ങനെ ബാക്കിയുള്ളവരും കൂടി വന്നിട്ടാണ് ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയത്. അതുവരെ മക്കളൊക്കെ ഇവിടെ പുറത്ത് കളിക്കായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ വന്നതിന് ശേഷം നമ്മൾ പാർക്കിനുള്ളിലേക്ക് കയറി. അപ്പോഴേക്കും ബാങ്കൊക്കെ കൊടുത്ത് മഗ്രിബ് ബാങ്കൊക്കെ കൊടുത്ത് ഇവിടെ 6:45 സമയമായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്.
അപ്പോൾ മെയിൻ എൻട്രൻസിൽ കയറി പാടന്നെ ഇതേപോലെ നല്ല ഭംഗിയുള്ള വാട്ടർഫോൾസ് ആണ്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇങ്ങനെ ബ്ലൂ കളറിലുള്ള ലൈറ്റൊക്കെ ഇട്ടിട്ട് അപ്പുറത്തും ഉണ്ട് ഇതേപോലെ അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ. അപ്പോൾ മക്കൾക്ക് അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇരുത്തി കൊടുത്തതാണ്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോയി. അവിടെയാണ് മക്കൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ മക്കളുടെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം പിന്നെ അവിടെ ആയിട്ടുള്ളൊരു ഇതേപോലെയുള്ള പുല്ലിലൊക്കെ ഇരുന്ന് കുറച്ച് സമയം റിലാക്സ് ചെയ്തിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഒരു 11-11:30 ഒക്കെ ആയപ്പോൾ തിരിച്ചു പോയി. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയം അവിടെ പാർക്കിലൊക്കെ കളിച്ചോ അതിൻ്റെയൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞങ്ങൾ വഴിയിൽ നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ആകെ ടയേർഡായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രൈഡേ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസും വ്ളോഗൊക്കെ ആയിട്ട് ഇനിയും കാണാം. ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് നോമ്പിൻ്റെ നാളുകളാണ്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടി നോമ്പൊക്കെ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള വ്ളോഗിലും വീഡിയോസിലൊക്കെ കാണാം. അതുവരേക്കും കീപ്പ് വാച്ചിങ് ഗൈസ്. ടേക്ക് കെയർ.